പൂജ്യത്തിൽ നിന്നും വളർന്ന് ഡൽഹിക്കാരുടെ ഹൃദയം നേടിയ നേതാവാണ് കേജ്രിവാൾ. ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ അധികാരം പിടിച്ചതും കേജ്രിവാളിന്റെ ബുദ്ധിയിലാണ്. ഡൽഹി മദ്യനയ കേസ് കഴിഞ്ഞ 1.5 വർഷത്തോളമായി ED അന്വേഷിക്കുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ED വളരെ ധൃതി പിടിച്ചാണ് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹിന്ദി ബെൽറ്റിൽ BJPക്ക് വെല്ലുവിളി ഉയർത്തുന്ന നേതാവാണ് കേജ്രിവാൾ. തന്ത്രങ്ങളുടെ ബുദ്ധിരാക്ഷസൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പൂട്ടാൻ കേന്ദ്ര സർക്കാർ പല വഴിയും പയറ്റിയത്. നേരത്തെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചടക്കം ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ കേന്ദ്രം കവർന്നിരുന്നു. ഇതെല്ലാം ഫെഡറൽ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ആദ്മി ആവർത്തിച്ചിട്ടും കേന്ദ്രം കുലുങ്ങിയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കവെയാണ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മൗനത്തെ BJPയും ഭയക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തിയ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സർക്കാർ നടത്തുന്നത് പ്രതിപക്ഷത്തിന് വ്യക്തമായ സന്ദേശം നൽകൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും എൻഫോഴ്സ്മെന്റ് ഇടപെടൽ രാജ്യത്ത് തുടരുമെന്നതിന്റെ സൂചനയാണ് ഈ അറസ്റ്റ്. രാജ്യത്തെ പ്രതിപക്ഷത്തെ ആകെ അങ്കലാപ്പിലാക്കുന്നതാണ് EDയുടെ അതിവേഗ ഇടപെടൽ. കോടതി വിധികളുടെ പശ്ചാത്തലത്തിലുള്ള നടപടിയെന്ന് പറഞ്ഞ് BJP പ്രതിരോധം തീർക്കും. പക്ഷേ രാജ്യം അതുവരെ കണ്ടിട്ടില്ലാത്ത ഇടപെടലാണ് ED ഡൽഹിയിൽ നടത്തിയത്. അഴിമതിക്കെതിരായ കുരിശുയുദ്ധം നടത്തി അധികാരം പിടിച്ച നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ആ നേതാവിനെയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ. എന്തും രാജ്യത്തിന് സംഭവിക്കാം. EDയുടെ മുന്നിലുള്ള കേസുകളെല്ലാം ഏത് സമയവും അറസ്റ്റിലേക്ക് എത്താം. തെരഞ്ഞെടുപ്പ് കാലത്ത് ED വെറുതെ ഇരിക്കില്ലെന്ന സന്ദേശമാണ് ഈ അറസ്റ്റിലുള്ളത്. അതേസമയം ഡൽഹി മദ്യനയ അഴിമതിയിലെ മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ. അനുകൂല നയരൂപീകരണത്തിന് പ്രതിഫലമായി കെജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിൽ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും ED വ്യക്തമാക്കി. കേസിൽ റോസ് അവന്യൂ കോടതിയിൽ വാദം തുടർന്നിരുന്നു. ഡൽഹി മദ്യനയ രൂപീകരണത്തിൽ കെജ്രിവാൾ നേരിട്ട് പങ്കാളിയായിരുന്നു. കോടികൾ കൈക്കൂലി വാങ്ങിയാണ് നയം രൂപീകരിച്ചത്. കോഴപ്പണം കൈകാര്യം ചെയ്യുന്നതിലും മുഖ്യമന്ത്രി ഇടപെട്ടു. കോഴപ്പണം AAP ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുവെന്നും ED കോടതിയിൽ അറിയിച്ചു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ വൻ സുരക്ഷയാണ് കോടതി പരിസരത്ത് ഒരുക്കിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ കെജ്രിവാളിന് തിരിച്ചടിയാണിപ്പോൾ കിട്ടിയിരിക്കുന്നത്. കെജ്രിവാളിനെ മാർച്ച് 28 വരെ 7 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. 3.5 മണിക്കൂർ നീണ്ടുനിന്ന വാദത്തിനൊടുവിലാണ് EDയുടെ വാദം കോടതി അംഗീകരിച്ചത്. കനത്ത സുരക്ഷാ സന്നാഹത്തെയാണ് കോടതി പരിസരത്ത് വിന്യസിച്ചിരുന്നത്. 3 മണിക്കൂറിലേറെ നീണ്ടുനിന്ന വാദത്തിന് ശേഷം വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഡൽഹി റോസ് അവന്യൂ PMLA കോടതി EDയുടെ കസ്റ്റഡി അപേക്ഷയിൽ വിധി പറഞ്ഞത്. വിധി പകർപ്പ് തയ്യാറാക്കുന്നതിലെ കാലതാമസമാണ് വിധി വൈകാൻ കാരണമെന്നായിരുന്നു സ്പെഷ്യൽ ജഡ്ജി കാവേരി ബജ്വ അറിയിച്ചത്. കോടതിയുടെ പുറത്ത് രാത്രിയും ഒട്ടേറെ AAP പ്രവർത്തകരാണ് തടിച്ചുകൂടിയിരിക്കുന്നത്.